വയനാട്ടിലോട്ട് വരുന്നവർ നിർബന്ധമായി പോയി കാണേണ്ട ഒരു സ്ഥലമായിട്ടെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കാരപ്പുഴ ഡാമിൻ്റെ ഒരു ഭാഗമാണ് നെല്ലർച്ചാൽ. അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ലൊക്കേഷൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടിയിലൊക്കെ പോയ ഒരു ഫീലിംഗ് കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പാണ് എപ്പോൾ വന്നു കഴിഞ്ഞാലും. നമ്മൾ ഈ കുന്നെന്ന് പറഞ്ഞാൽ പച്ച പരവതാനി വിരിച്ച പോലെ ഫുൾ പച്ചപ്പാട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു മലയുണ്ട്, നല്ല രസമാണ് കാണാൻ. അതേപോലെ തന്നെ വൈകുന്നേരം വരികയാണെങ്കിൽ സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റിയൊരു സ്പോട്ടും കൂടി കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്രീ എൻട്രി ആണ്. ഇഷ്ടം പോലെ ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ്. ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് കല്യാണത്തിൻ്റെയും ബർത്ത്ഡേൻ്റെ ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. മുന്നേക്ക് നമ്മൾ ഈ ഡാമിൽ ഒരുപാട് താമരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇടാണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് പ്ലാസ്റ്റിക്കും കുപ്പിയും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വേസ്റ്റ് ഇടാനായിട്ട് ഇവിടെയുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോട്ടലൊക്കെ കുറവാണ്. ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട് ചായ കുടിക്കാനൊക്കെ. ഞങ്ങൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നെത്തൾ പൊരിച്ചതും അതേപോലെ തന്നെ പയറുപ്പേരിയും മോരുകറി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ട്. വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ വയനാട്ടിൽ വരുന്നവരൊക്കെ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം നിസാം, വയനാട്.